ഹായ്, ഗുഡ് മോർണിംഗ്. അടുത്ത് നോക്കാനായിട്ട് പോണത് ട്രീസ് എന്ന ടോപ്പിക്കാണ്. ട്രീനെ കുറിച്ചാണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ട്രീ എന്ന് പറഞ്ഞാൽ ഒരു നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറാണ്. ലീനിയർ ഡാറ്റാ സ്ട്രക്ചർ എല്ലാ എലമെൻസിനെയും ഒരു സീക്വൻഷ്യൽ ഓർഡറിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നാൽ നോൺ ലീനിയറോ ഒരു റാൻഡം ഓർഡറിലായിരിക്കും ഡാറ്റേനെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ഇൻ ഡാറ്റാ സ്ട്രക്ചറിൽ. ആ നോൺ ലീനിയർ ഡാറ്റാ സ്ട്രക്ചറിലെ ഒരു ഇമ്പോർട്ടൻറ്റ് വെരി പോപ്പുലർ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ട്രീസ് എന്ന് പറയുന്നത്. ട്രീസ് വെച്ചിട്ട് ഡാറ്റാ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ട്രീൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് നോട്ട്സ്, എഡ്ജുകൾ, അതിൻ്റെയൊക്കെ ഒരു കളക്ഷനാണ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഒരു ട്രീക്കകത്ത് n നമ്പർ ഓഫ് വെർട്ടീസസ് ഉണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n-1 ആയിരിക്കും. നമ്മളുടെ ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതിൽ ABCDEFGHIJK ഇതിൻ്റെ അകത്ത് നോഡുകൾ എന്ന് പറഞ്ഞത് ഈ ചെറിയ സർക്കിളിലുള്ളതാണ് നോഡുകൾ. അതായത് A എന്ന് പറഞ്ഞത് ഒരു നോഡ്, B എന്ന് പറഞ്ഞത് അടുത്ത നോഡ്, C എന്ന് പറഞ്ഞത് അടുത്ത നോഡ്, നോഡ് ഓർ വെർട്ടീസസ്. അങ്ങനെയാണ് ഇതാണ് നോഡ് അല്ലെങ്കിൽ വെർട്ടീസസുകൾ. ഇനി എഡ്ജുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നോഡുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഈ ലൈനെയാണ് എഡ്ജുകൾ എന്ന് പറയുന്നത്. ഈ ഒരു സിംഗിൾ പാർട്ട്, അതായത് A എന്ന് പറഞ്ഞത് ഒരു നോഡായിരിക്കും, അങ്ങനെയാണ് നോഡിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇനി എഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് നോഡുകൾ തമ്മിലുള്ള കണക്ഷനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ട്രീ ടെർമിനോളജീസ്. ട്രീ ടെർമിനോളജീസിൽ ഫസ്റ്റ് വൺ റൂട്ട് നോഡ്. ഒരു ട്രീക്കകത്ത് റൂട്ട് നോഡ് എന്ന് പറഞ്ഞാൽ ആ ട്രീക്കകത്തുള്ള ഫസ്റ്റ് എലമെൻ്റ് ആയിരിക്കും അതിൻ്റെ റൂട്ട് നോഡ്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഈ എക്സാമ്പിളിൽ ഇതിൻ്റെ ഫസ്റ്റ് എലമെൻ്റ് ആയിട്ട് കിടക്കുന്നത് A ആണ്. അപ്പോൾ A ആണ് ഈ ട്രീയുടെ റൂട്ട് നോഡ്. ഇനി ഒരു ട്രീക്കകത്ത് ഒരു റൂട്ട് നോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, മൾട്ടിപ്പിൾ റൂട്ട് നോഡ്സ് ഉണ്ടാവില്ല. പിന്നെ എല്ലാ ട്രീക്കും റൂട്ട് നോഡ് മസ്റ്റായിട്ടും ഉണ്ടാവും. ഇനി അടുത്തൊരു ടെർമിനോളജിയാണ് എഡ്ജ്. എന്താണ് എഡ്ജ്? എഡ്ജുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, രണ്ട് നോഡുകൾ തമ്മിലുള്ള കണക്ഷൻ ഓഫ് ലൈനെയാണ് എഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഒരു n നമ്പേഴ്സ് ഓഫ് വെർട്ടീസസ് ഉള്ള ഒരു ട്രീക്കകത്ത് മാക്സിമം നമ്പർ ഓഫ് എഡ്ജസുകൾ n-1 ആയിരിക്കും. ഇനി ഒരു പേരൻ്റ് നോഡ് എന്ന് പറഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് ബ്രാഞ്ചസ് പോയിട്ടുണ്ടോയെന്ന്. ഇൻ സിമ്പിൾ വേർഡ്സ്, ദ നോഡ് വിച്ച് ഹാസ് എ ബ്രാഞ്ച് ഫ്രം ഇൻ ടു എനി അതർ നോഡ് ഈസ് കോൾഡ് എ പേരൻ്റ് നോഡ്. ഇപ്പോൾ ഈ A എന്ന് പറഞ്ഞ നോഡിൻ്റെ അകത്ത് നിന്ന് ബ്രാഞ്ചുകൾ പോയിട്ടുണ്ടോ എന്ന് നോക്കുക. ഈ A എന്ന് പറഞ്ഞ നോഡിൻ്റെ അകത്ത് നിന്ന് രണ്ട് ബ്രാഞ്ചുകൾ പോയിട്ടുണ്ട്, ബിയിലേക്കും പോയിട്ടുണ്ട്, സിയിലേക്കും പോയിട്ടുണ്ട്. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ നോഡിനെ വിളിക്കുന്ന പേരാണ് പേരൻ്റ് നോഡ്. ഇനി അടുത്ത് ചൈൽഡ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് അതിൻ്റെ ബ്രാഞ്ചുകൾ അതിൻ്റെ പേരൻ്റായിട്ട് കണക്റ്റഡ് ആണോ എന്ന് നോക്കുക. അതായത് ദ നോഡ് വിച്ച് ഹാസ് എ ലിങ്ക് ഫ്രം ഇറ്റ്സ് പേരൻ്റ് നോഡ് ഈസ് കോൾഡ് എ ചൈൽഡ് നോഡ്. അതായത് അതിൻ്റെ പേരൻ്റ് നോഡായിട്ടൊരു കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനെ വിളിക്കുകയാണ് ചൈൽഡ് നോഡ്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ എയുടെ ചിൽഡ്രൻസാണ് ബിയും സിയും. ബി A ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്, സിയും അതിൻ്റെ പേരൻ്റ് ആയിട്ടുള്ള A ആയിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇനി കെയുടെ പേരൻ്റ് ഏതാ? കെയുടെ പേരൻ്റ് ജിയ. കെയുടെ പേരൻ്റായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ജി ആയിട്ട്. അപ്പോൾ കെയുടെ പേരൻ്റ് ജിയ, കെ അതിൻ്റെ ചൈൽഡും. ഇനി സിബ്ലിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം പേരൻ്റായിട്ടുള്ള നോഡുകളെയാണ് സിബ്ലിങ്സ് എന്ന് പറയുന്നത്. ഈ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബിയും സിയും സിബ്ലിങ്സാണ്. കാരണം ബിയുടെ പേരൻറ്റും A ആ, സിയുടെ പേരൻറ്റും A ആ. ഇതിൻ്റെ അകത്ത് ഡിയും ഇയും എഫും സിബ്ലിങ്സാണ്. കാരണം ഡിയുടെ പേരൻറ്റും ഇയുടെ പേരൻറ്റും എഫിൻ്റെ പേരൻറ്റും B ആ. സെയിം പേരൻ്റായിട്ടുള്ള നോഡുകളെയാണ് സിബ്ലിങ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് ലീഫ് നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ചിൽഡ്രൻസ് ഇല്ലാത്തതിനാണ് ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഉള്ളിലുള്ള നോഡുകൾ, അറ്റ്ലീസ്റ്റ് 1 ചിൽഡ്രൻ എങ്കിലുള്ള ഉള്ളിലുള്ള നോഡുകൾ. ദ നോഡ് വിച്ച് ഹാസ് അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് ഈസ് കോൾഡ് ആസ് ഇൻറ്റേർണൽ നോഡ്. അതായത് അറ്റ്ലീസ്റ്റ് ഒരു ചൈൽഡെങ്കിലും ഉള്ള ഉള്ളിലുള്ള നോഡുകളെയാണ് ഇൻറ്റേർണൽ നോഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത് ഒരു ട്രീയുടെ ഡിഗ്രിയാണ്. ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു A എന്ന് പറഞ്ഞൊരു നോഡിൻ്റെ ഡിഗ്രി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ Aയിൽ നിന്ന് പോയേക്കാണ് എത്ര ചിൽഡ്രൻസ് ഉണ്ട്, നമ്പർ ഓഫ് ചിൽഡ്രൻസിനെയാണ് ഡിഗ്രി എന്ന് പറയുന്നത്.
എ എന്ന് പറഞ്ഞ നോഡിൻ്റെ ചിൽഡ്രൻസിന് ഡിഗ്രി നോക്കുവാണെങ്കിൽ എ എന്ന് പറഞ്ഞ നോഡിൽ നിന്ന് പോയിരിക്കുന്ന എത്ര ചിൽഡ്രൻസ് ഉണ്ടെന്ന് നോക്കുക. ബിയും സിയും രണ്ട് ചിൽഡ്രൻസ് പോയിട്ടുണ്ട്, അതുകൊണ്ട് എയുടെ ഡിഗ്രി 2ആണ്. ഇനി അടുത്ത് ലെവൽ എന്ന് പറഞ്ഞാൽ ഓരോ ലെവൽസ് അനുസരിച്ച്, അതായത് എ എന്ന് പറഞ്ഞാൽ ലെവൽ 0, ബിയും സിയും ലെവൽ 1 കിടക്കുന്നു, ഓരോ ലെവൽ അനുസരിച്ച് വരുന്നത്. പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ലോങ്ങസ്റ്റ് പാത്തിനെയാണ് ഹൈറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എയുടെ ഹൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ എയിൽ നിന്ന് പോയിക്കണ ഏറ്റവും വലിയ പാത്ത് ഏതാണെന്ന് നോക്കുക. ഏറ്റവും വലിയ പാത്ത് ബി, ഇ, ഐ, ഇതാണ് ഏറ്റവും വലിയ പാത്ത്. ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ ദ ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസ് ഫ്രം റൂട്ട് നോഡ് ടു എ പർട്ടിക്കുലർ നോഡ് ഈസ് കോൾഡ് ആസ് ഡെപ്ത് ഓഫ് ദാറ്റ് നോഡ്. അതായത് ഇപ്പോൾ ഈ ബിയുടെ ഡെപ്ത് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ, ബി എന്ന് പറഞ്ഞ നോഡിൻ്റെ ഡെപ്ത് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ അത് റൂട്ട് നോഡിൽ നിന്നും പോയിരിക്കുന്ന നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നോക്കുന്നത്, ടോട്ടൽ നമ്പർ ഓഫ് എഡ്ജസിനെയാണ് നോക്കുന്നത്. ഇവിടെ 1 ആണ് വരത്തുള്ളൂ. ഇനി കെയുടെ ഡെപ്ത് നോക്കുകയാണെങ്കിൽ ഈ റൂട്ട് നോഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന എത്ര നമ്പർ ഓഫ് എഡ്ജസ് വഴിയാണ്? 1, 2, 3 എഡ്ജസ് വഴി. അപ്പോൾ ഈ കെയുടെ ഡെപ്ത് 3 ആണ്. ഇനി പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോഡിൽ നിന്ന് വേറൊരു നോഡിലേക്ക് പോകാനുള്ള പാത്തിനെ ആണ് പാത്ത് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ എയിൽ നിന്ന് ജെയിലേക്ക് പോകാനായിട്ടുള്ള പാത്ത്, എയിൽ നിന്ന് ബിയിൽ വന്നു, ബിയിൽ നിന്ന് ഇയിലേക്ക് വന്നു, ഇയിൽ നിന്ന് ജെയിലേക്ക് വന്നു, അങ്ങനെ. സബ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ആയിട്ടുള്ള ട്രീ, അതിൻ്റെ സബ് ഡിവൈഡഡ് ആയിട്ടുള്ള ട്രീസ്. ഈച്ച് ചൈൽഡ് ഫ്രം എ നോഡ് ഫോംസ് എ സബ് ട്രീ റിക്കർസീവ്ലി. എവറി ചൈൽഡ് നോഡ് വിൽ ഫോം എ സബ് ട്രീ ഓൺ ഇറ്റ്സ് പേരൻ്റ് നോഡ്. അതായത് അതിൻ്റെ പേരൻ്റ് നോഡ് വെച്ചിട്ട് ഓരോരോ ചെറിയ ചെറിയ ട്രീസാക്കി സബ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്തത് ബൈനറി ട്രീ എന്താണ്? ബൈനറി ട്രീ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.